ഓപ്പറേഷൻ സിന്ദൂരിൽ ലോക്സഭയിൽ ചർച്ച തുടങ്ങാനിരിക്കെ കോൺഗ്രസ് പട്ടികയിൽ ശശി തരൂരില്ല. സ്വാഭാവികം. ചർച്ചയിൽ സംസാരിക്കാനില്ലെന്ന് ശശി തരൂർ അറിയിച്ചെന്നാണ് സൂചന. ചർച്ചയിൽ സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു എന്നറിയുന്നു. ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ലെന്ന് തരൂർ വ്യക്തമാക്കി. കോൺഗ്രസ് വിപ്പ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ കൂടിയാണ് തരൂരിന്റെ നിലപാട്. കോൺഗ്രസിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ആദ്യം സംസാരിക്കുക. ഭീകരവാദത്തിന് മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂരിലെ നേട്ടങ്ങൾ നിരത്തിയായിരിക്കും ഭരണപക്ഷ പ്രതിരോധം. നോബൽ ബാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. ശശി തരൂരിനോട് കോൺഗ്രസ് നേതൃത്വം ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടതൊരു രാഷ്ട്രീയ നീക്കമാണ്. അതിലൊരു കൗശലമുണ്ട്. ശശി തരൂരിന് സ്വാഭാവികമായും താൻ വിദേശ രാജ്യങ്ങളിൽ പോയി മോദിയെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ കഴിയില്ല. അത് ശശി തരൂരിനെ രാഷ്ട്രീയമായ പ്രതിരോധത്തിലാക്കും. പക്ഷേ ശശി തരൂർ ആരാമോൻ ശശി തരൂർ പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി എന്നാണ് അറിയുന്നത്. എന്തായാലും പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ശബ്ദമുഖരിതമാകുമോ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ 12 മണിക്ക് ചർച്ച ആരംഭിക്കുകയാണ്. 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ചർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയം ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ബെഞ്ചിൽ നിന്ന് ശശി തരൂർ സംസാരിക്കുന്നില്ല എന്നതാണ്. കാരണം തരൂരുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചു. ഗൗരവ് ഗോഗയാണ് തരൂരുമായി സംസാരിച്ചത് എന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. തരൂരിനോട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. താൻ തൽക്കാലം ഇക്കാര്യത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തരൂർ അറിയിച്ചു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മറ്റ് ഏതെങ്കിലും വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സംസാരിക്കാം എന്നാണ് തരൂർ എടുത്ത നിലപാട് എന്ന് അറിയാൻ കഴിയുന്നു. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകരാജ്യങ്ങൾ സന്ദർശിച്ച നേതാവാണ്, ഒരു സംഘത്തിന്റെ തലവൻ കൂടിയായിരുന്നു തരൂർ. സ്വാഭാവികമായും തരൂർ സംസാരിക്കുമ്പോൾ അന്ന് കേന്ദ്ര സർക്കാരിനെയും ഒപ്പം പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് തരൂർ ലോകരാജ്യങ്ങളിൽ സംസാരിച്ചത്. അതേ നിലപാട് ഒരുപക്ഷെ തരൂരിന് ഇവിടെ സ്വീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തരൂരിന് നല്ല ബോധ്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് തൽക്കാലം സംസാരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തരൂർ എടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ 12 മണിക്ക് ചർച്ച തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഗൗരവ് ഗോഗോയ് അടക്കമുള്ള നേതാക്കൾ സംസാരിക്കും. ഭരണപക്ഷത്തു നിന്നാണെങ്കിൽ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, അതോടൊപ്പം എസ് ജയശങ്കർ അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ സംസാരിക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ കണ്ടിന്യൂസ് ആയ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഭീകരവാദത്തിനെതിരെ എടുത്ത ഓപ്പറേഷൻ സിന്ദൂരിന്റെ മഹാത്മ്യങ്ങൾ കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്തുന്നതായിരിക്കും. അതിന്റെ ഓരോ നേട്ടങ്ങളും അക്കമിട്ട് നിരത്തുന്നതായിരിക്കും ഈ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ചോദ്യങ്ങൾ കൊണ്ട് കേന്ദ്ര സർക്കാരിനെയും ഒപ്പം പ്രധാനമന്ത്രിയൊക്കെ ആക്രമിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പഹൽഗാമിൽ ഭീകര ആക്രമണം നടത്തിയ ഈ ഭീകരവാദികൾ ഇപ്പോൾ എവിടെ എന്ന ചോദ്യമായിരിക്കും. മറ്റൊന്ന്, ഇന്ത്യ പാക് സംഘർഷം ഒത്തീർപ്പാക്കാൻ താൻ ഇടപെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തരമായ അവകാശവാദങ്ങൾക്ക് എന്ത് മറുപടി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറയും എന്നൊരു ചോദ്യമായിരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഒരു റിവ്യൂ കമ്മിറ്റിയെ എ.ബി. വാജ്പേയി നിശ്ചയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൽ ഉണ്ടായ അന്നത്തെ നഷ്ടങ്ങളൊക്കെ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. എന്തുകൊണ്ട് ഇന്ത്യ പാക് സംഘർഷ ശേഷം അത്തരത്തിലൊരു റിവ്യൂ കമ്മിറ്റി പ്രധാനമന്ത്രി വെക്കുന്നില്ല എന്ന ചോദ്യം ഉയരും. സ്വാഭാവികമായും ഇന്ത്യയുടെ പല യുദ്ധവിമാനങ്ങളും തകർത്തു എന്ന തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ട് അതൊക്കെ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ ഒച്ചപ്പാടിലേക്ക് അടക്കം കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ സഭ ബഹിഷ്കരിച്ച് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. 12 മണി മുതൽ സഭയിൽ ചർച്ചകളിലേക്ക് നേതാക്കൾ കൃത്യമായി പങ്കെടുക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം 11 മണിക്ക് സഭ ആരംഭിക്കുമ്പോൾ ഇരു സഭകളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഒരുപക്ഷെ 12 മണി വരെ സഭ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് രാവിലെ തന്നെ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല വിഷയങ്ങളും ഇന്നിപ്പോൾ സഭയിൽ രാവിലെ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ഉയർത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചുരുക്കത്തിൽ പാർലമെന്റിൽ ഇന്ന് സഭയ്ക്കുള്ളിലും പുറത്തും ആവേശകരമായ രംഗങ്ങളായിരിക്കും. സഭയ്ക്ക് പുറത്ത് ഛത്തീസ്ഗഡിലെ എംപിമാരുടെ ഛത്തീസ്ഗഡിലെ നമ്മുടെ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതുമായി ബന്ധപ്പെട്ട വിഷയം എംപിമാർ പ്രതിഷേധിക്കും. ഉള്ളിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രതിപക്ഷം കരുതിക്കൂട്ടി തന്നെയാണ് വരുന്നത്. ശശി തരൂർ പക്ഷേ സംസാരിക്കുന്നില്ല.